അക്കാദമിയിലേക്ക് സ്വാഗതം. വിദ്യാകിരണം സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരായുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. ഇത് നടപ്പിലാക്കുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. കുട്ടികളെ 4 വിഭാഗങ്ങളിലായി തരംതിരിച്ച് ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ ജില്ലയിലും 25 കുട്ടികൾക്കാണ് 10 മാസത്തേക്ക് ഈ പദ്ധതിയിൽ ധനസഹായം നൽകുന്നത്. ഏതെല്ലാമാണ് 4 വിഭാഗങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ വിഭാഗം 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയാണ്. അവർക്ക് നൽകുന്ന സ്കോളർഷിപ്പ് 300 രൂപയാണ്. ഓരോ മാസവും നൽകുന്ന സ്കോളർഷിപ്പ് 10 മാസത്തേക്കാണ് നൽകുക. അതായത് 3000 രൂപയാണ് ഒരു വർഷം ആ കുട്ടിക്ക് ലഭിക്കുക. ഇനി 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചാണ്. അവർക്ക് ലഭിക്കുന്നത് മാസം 500 രൂപ ലഭിക്കും. 10 മാസത്തേക്കാണ് ലഭിക്കുക. അപ്പോൾ ഓരോ വർഷവും 5000 രൂപയ്ക്കുള്ള അർഹതയുണ്ടാവും. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് +1, +2, ITI തത്തുല്യമായ മറ്റു കോഴ്സുകൾ. അതിന് ലഭിക്കുന്നത് 750 രൂപയാണ് മാസം ലഭിക്കുന്ന തുക. അപ്പോൾ ഒരു വർഷം 7500 രൂപയാണ് ലഭിക്കുക. ഇനി 4-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഡിഗ്രി, PG, പോളിടെക്നിക് തത്തുല്യമായ ട്രെയിനിങ് കോഴ്സുകൾ, അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾ മുതലായ പഠിക്കുന്ന കുട്ടികളാണ്. അവർക്ക് മാസം ലഭിക്കുന്നത് 1000 രൂപയാണ്. അപ്പോൾ ഒരു വർഷം 10000 രൂപ വെച്ച് അവർക്ക് ലഭിക്കും. ഇനി ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യതകൾ ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. സർക്കാർ എയ്ഡഡ് മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ സ്വകാര്യ, സ്വാശ്രയ, ഓട്ടോണമസ് സ്ഥാപനങ്ങളിലും മെറിറ്റ് ക്വാട്ടയിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. അവർ മെറിറ്റ് ക്വാട്ടയിലാണ് പ്രവേശനം നേടിയതെന്ന് കാണിക്കുന്ന സ്ഥാപന മേലധികാരിയുടെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. അപേക്ഷകർ കേരളത്തിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അപേക്ഷകർ ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികളായിരിക്കണം. BPL വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. മാതാപിതാക്കളുടെ വൈകല്യം 40% അതിൽ കൂടുതലോ ആയിരിക്കണം. സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിലും കോഴ്സുകൾക്കും പഠിക്കുന്നവർക്ക് മാത്രമേ ഈ സ്കോളർഷിപ്പിന് അർഹതയുള്ളൂ. അതായത് സർക്കാർ അംഗീകരിക്കപ്പെട്ട കോഴ്സുകൾ, സ്ഥാപനങ്ങൾ അവിടെ മാത്രമേ പഠിക്കുന്നവർക്ക് മാത്രമേ ഇതിന് അർഹതയുള്ളൂ. അതായത് പാരലൽ കോളേജ് പോലെയുള്ള സംവിധാനങ്ങളിൽ പഠിക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്തെല്ലാം രേഖകളാണ് സമർപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. BPL റേഷൻ കാർഡിൻ്റെ പകർപ്പുണ്ടാവണം. വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ടാവണം. വൈകല്യത്തിൻ്റെ ശതമാനം കാണിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, വികലാംഗ തിരിച്ചറിയൽ കാർഡിനെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, പൂരിപ്പിച്ച അപേക്ഷാ ഫോം. പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ രേഖകൾക്കൊപ്പം, മുകളിൽ പറഞ്ഞ രേഖകൾക്കൊപ്പം സ്ഥാപന മേധാവി മുഖേന രക്ഷിതാവ് സ്ഥിരതാമസമാക്കിയിട്ടുള്ള ജില്ലയിലെ സാമൂഹ്യനീതി ഓഫീസർക്കാണ് സമർപ്പിക്കേണ്ടത്. സ്കോളർഷിപ്പ് തുക അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. സ്കോളർഷിപ്പ് പുതുക്കുന്നതിന് എല്ലാ വർഷവും പുതിയ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 31. അപേക്ഷിക്കാനുള്ള പോർട്ടലിലെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. താങ്ക് യു.